Hello all, welcome to Ernest Academy. So Kerala PSC lecture in Electronics Engineering Examination, Polytechnic College lecture in Electronics Engineering Examination ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 29-നാണ് അല്ലേ. അപ്പം ഇനി നമ്മളുടെ കയ്യിൽ ഒരു നിയർ ടു 30 ഡേയ്സ് ആണുള്ളത്. അപ്പൊ ഈ 30 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ഓർഗനൈസ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ കുറേ സബ്ജക്റ്റുകളുണ്ട്, അതിനകത്ത് ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ വെയിറ്റേജ് നോക്കിയിട്ടാണോ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. കുറെ പേര് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷെ ഇനിയും തുടങ്ങാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഇൻഫർമേഷൻ ഓക്കെ, ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 29 ആണ്. സോ നമ്മുടെ കയ്യിൽ കറക്റ്റ് 30 ഡേയ്സ് ഉണ്ട്. ഈ 30 ഡേയ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിലബസ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും മോഡ്യൂൾ 1, 2, 3 പറഞ്ഞിരിക്കുന്ന ഇത്രയും മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ബേസിക് നമ്മുടെ കോർ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ന്യൂ സിലബസ് വന്നപ്പോഴത്തേക്കും അതർ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്, ബേസിക് സിവില്, ബേസിക് മെക്കാനിക്കല് തുടങ്ങിയ ആ സബ്ജക്റ്റുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ മാത്രമാണ് PSC ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാമിനേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനുമായിട്ടുള്ള വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ട്. ഓരോ കോർ സബ്ജക്റ്റിനും ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആയിക്കോട്ടെ, LIC ആയിക്കോട്ടെ, അതിനൊക്കെ 20 മാർക്സ് ആണ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ഇൻ ഡെപ്ത് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, ഒരു തിയറി ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല, കുറച്ചുകൂടി കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 30 ഡേയ്സിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് കുറെ ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഒന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർ ആയിരിക്കാം, പിന്നെ കുറച്ച് പേർക്ക് മേ ബി കുറച്ച് സ്റ്റുഡൻസിനൊക്കെ ചില സബ്ജക്ട്സ് നല്ലതുപോലെ അറിയാവുന്നവരായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം വെയിറ്റേജ് വെച്ചിട്ടല്ല ഞാൻ ആ പ്രയോറിറ്റി പറയുന്നത്. ഇപ്പം ഒരാൾക്ക് മേ ബി ഡിജിറ്റൽ എളുപ്പമായിരിക്കാം, സർക്യൂട്ട്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ വീക്ക് ഏരിയ ഓക്കെ അത് ആദ്യം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പക്ഷേ എന്നിരുന്നാലും പുതിയതായിട്ട് ഓക്കെ ഒരാൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഈ 30 ഡേയ്സിനുള്ളിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ പറയുന്നത് മോഡ്യൂൾ 1, അത് കഴിഞ്ഞ് മോഡ്യൂൾ 2, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മോഡ്യൂൾ 3 എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പോകണ്ട. ഓക്കെ, ആ ഒരു വെയിറ്റേജ് വെച്ചിട്ടുമല്ല. ഓക്കെ, നമുക്ക് എന്താണ് പഠിക്കാൻ അത്യാവശ്യം പാടില്ലാത്ത പ്രീ റിക്വസ്റ്റുകളൊന്നും ഇല്ലാത്ത സബ്ജക്ട്സുകൾ നമുക്ക് ആദ്യം ചൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ട് ആ 30 ഡേയ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മോഡ്യൂൾ 1 ഇസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, പക്ഷേ മോഡ്യൂൾ 1 വെച്ച് നിങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നുള്ളത് മോഡ്യൂൾ 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതൊരു നല്ല ഓപ്ഷനാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. ദെൻ LIC ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഒന്നുകിൽ ഈ സ്റ്റാർട്ട് വിത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വെച്ച് തുടങ്ങിയാലും മതി. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നോക്കുവാണെങ്കിൽ 20 മാർക്സ്. ഓക്കെ, മോഡ്യൂൾ 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 20 മാർക്സ് ആണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് എന്താണ് പറയുന്നത്, നമ്മുടെ 30 ഡേയ്സേ ഉള്ളൂ. എഫിഷ്യന്റ് ആയിട്ട് ആ 30 ഡേയ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഫുൾ സബ്ജക്ട്സ് കവർ ചെയ്യാൻ വേണം. അപ്പൊ ഇതിനകത്ത് ഒരു ഇൻഡെപ്തിലേക്കുള്ള ഒരു ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ എടുത്തിട്ടുണ്ട് അല്ലെ. എല്ലാത്തിന്റെയും ഡെറിവേഷൻസ് നമ്മൾ അനാലിസിസ് ക്ലാസ് റൂമിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അനാലിസിസ് മീൻസ് ഇപ്പം എന്താണ് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ ഒക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ ഒക്കെ മോഡൽ, H മോഡൽ, പൈ മോഡൽ ഒക്കെ നമ്മൾ വരച്ചിട്ട് ആ ഒരു വോൾട്ടേജ് ഗെയിൻ ആയിക്കോട്ടെ, വോൾട്ടേജ് ഗെയിൻ്റെ ഡെറിവേഷനിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, അതിനെ ഡെറൈവ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഡെറിവേഷനിലേക്ക് അനാലിസിസിലേക്ക് ഒന്നും പോകണ്ട. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഇനി അതിലേക്ക് സമയം കളയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. ഇനി പഠിക്കാത്തവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഈ ഡെറിവേഷൻ അനാലിസിസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോണം. എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്. കോമൺ എമിറ്റർ ആംപ്ലിഫയറിനകത്ത് വിത്ത് കപ്പാസിറ്റർ ഉണ്ട്, വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഈ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഗെയിന്റെ ഇക്വേഷൻ, വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഗെയിന്റെ ഇക്വേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, പിന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഫോർമുല, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഫോർമുല. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ എന്താണ് ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ ഫൈനലി നമ്മൾ ഒരു സമ്മറി പോലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമ്മറി കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ
ഏത് സബ്ജക്ട് നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും എന്താണ് ഇതിന് നമ്മളുടെ ആ ഒരു വീക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ടെസ്റ്റ് സീരീസ് ഓർ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, അല്ലെങ്കിൽ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടുതൽ പ്രിപ്പറേഷൻ നടത്തുക. അപ്പൊ മോഡ്യൂൾ 2 ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നോക്കുവാണെങ്കിൽ ഇതാണ് സിലബസ് ഒക്കെ ഓൾറെഡി വന്നതാണ്. ഇതിനകത്ത് പഠിക്കാനായിട്ട് BJT ഉണ്ട്, JFET ഉണ്ട് അല്ലെ. അപ്പം ഇപ്പൊ BJT ഒക്കെ എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻഡെപ്ത് അനാലിസിസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഡെറിവേഷൻ പഠിച്ചിരുന്നു, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ആരും നിങ്ങളോട് ഡിറൈവ് ചെയ്യാനായിട്ട് ഒന്നും ചോദിക്കില്ല. ഓക്കെ, പക്ഷെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ യു ക്യാൻ സ്കിപ്പ് ദ ഡെറിവേഷൻസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ SSTയും സർക്യൂട്ട്സും ഒരുമിച്ചിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ഒരു നിയർലി ഒരു 5 days നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 5 ദിവസം. അപ്പൊ 5 ദിവസത്തിനുള്ളിൽ 5 days സബ്ജക്ട് വെച്ച് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്തൊരു 3 days അല്ലെങ്കിൽ ഒരു 2 daysനുള്ളിൽ നിങ്ങൾ ഈ സബ്ജക്ട് കവർ ചെയ്യണം. അത് കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് കണ്ടപ്പോൾ നമ്മൾ ആംപ്ലിഫയർ എടുക്കുവാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇക്വേഷൻ നോക്കി പോവുക. ഓക്കെ, അതിന്റെ ഒരു സമ്മറി നോക്കി പോവുക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ്, ഇപ്പൊ ക്ലാസ് A നമ്മുടെ പവർ ആംപ്ലിഫയേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് എടുക്കുവാണെങ്കിൽ ഓക്കെ, ഏതിനകത്താണ് എഫിഷ്യൻസി കൂടുതൽ, ഓക്കെ ഏതിനാണ് ഡിസ്റ്റോർഷൻ കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ഇത്. പിന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ, എഫിഷ്യൻസി എത്രയാണ്, കൺവേർഷൻ എഫിഷ്യൻസി ഓരോന്നിനും എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് സീരീസിൽ പോയി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഓക്കെ, ഐദർ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് MCQ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ പവർ ആംപ്ലിഫയർ സെഷൻ എടുക്കുക. ഓക്കെ, ഡെറിവേഷൻസും കാര്യങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ആ ഒരു ഫൈനൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡയറക്റ്റ് തിയറി സമ്മറിയിൽ കൂടി തന്നെ നമുക്ക് കിട്ടും. പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഉണ്ടെങ്കിൽ ഗുഡ്, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ ഒരു 5 days കൊണ്ട് നിങ്ങൾ ഇത് തീർക്കണം. അപ്പൊ ഒരു എല്ലാത്തിന്റെയും നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡെറിവേഷൻ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഫൈനലി എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ്, നമ്മൾ ബയാസിങ് എടുക്കുവാണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിങ് അല്ലേ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിങ്ങിന്റെ ഒക്കെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് തെവനിൻസ് ഇക്വലന്റ് ഒക്കെ വരച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞു ഫൈനൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് ആ ഒരു തെവനിൻ, അതുപോലെ ബേസ് വോൾട്ടേജ് അല്ലെങ്കിൽ കളക്ടർ കറന്റിന്റെ ഒക്കെ ഇക്വേഷൻ നമ്മൾ റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഫോർമുലാസ് നമ്മൾ ബോക്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുലാസ് ഒക്കെ മെമ്മറൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളായിക്കോട്ടെ, ഓക്കെ അത് ഇനി ഇത്രയും സബ്ജക്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്രയും സബ്ജക്ട്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല നമ്മൾ കുറേ ടൈം എടുക്കുന്നത് എവിടെയാണ്, ഡിറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, അനാലിസിസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതിയെടുക്കാനും പഠിപ്പിക്കാനാണെങ്കിലും ടൈം എടുക്കും. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാനും ഒക്കെ നമുക്ക് ടൈം എടുക്കും. ഓക്കെ, നോട്ട്സ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ആ ഒരു നോട്ട്സ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വിത്തിൻ 5 days നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, പിന്നെ വരുവാണെങ്കിൽ അപ്പൊ ആദ്യം ഞാൻ ഇത് എടുക്കാനുള്ള കാര്യം മോഡ്യൂൾ 2 ആണ്. പക്ഷെ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് യു ഗീവ് പ്രയോറിറ്റി ടു ദിസ് സബ്ജക്ട്. ആദ്യം നിങ്ങൾ ഇത് പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇനി ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒരാൾക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്വിച്ച് ടു അനദർ സബ്ജക്ട്. ഓക്കെ, ഇപ്പൊ ഒന്നും അറിയാതെ ഒരു ബിഗിനർ ആണെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് ദാറ്റ്, ഓർ ഡിജിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, ചിലർക്ക് ഡിജിറ്റൽ ഈസി ആയിട്ട് തോന്നും. ബിക്കോസ് 20 മാർക്സ് നമുക്ക് ഡിജിറ്റലിൽ നിന്നും ഉണ്ട്. പ്രീ റിക്വസ്റ്റുകളൊന്നും ആവശ്യമില്ല. നമ്പർ കോഡും നമ്പർ കൺവേർഷൻ സിസ്റ്റം ഒക്കെ എളുപ്പമാണ്. അപ്പൊ അത് വേണമെങ്കിലും വെച്ച് തുടങ്ങാം. ഓക്കെ, എനിവേ സർക്യൂട്ട്സ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്. എഗെയിൻ നോക്കിക്കേ 20 മാർക്സ് ആണ്. ഓക്കെ, ഇതിനകത്തൊന്നും നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കൂടുതലും എന്താണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, എഗെയിൻ ഇതിനകത്ത് നമ്മൾ LICക്കകത്ത് പഠിച്ചിട്ടുള്ള ഡെറിവേഷൻ, ഓക്കെ ആൻഡ് ഓൾസോ അനാലിസിസ് ഒക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷൻ അനാലിസിസ് ഒക്കെ ഇനി എന്താണ് ചെയ്ത് പഠിക്കാനുള്ള ടൈമില്ല. ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ LICയിൽ നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വരുന്നുണ്ട് അല്ലെ ഡിഫറെന്റ് ഓപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്.
എന്ത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ആ വാല്യൂ എങ്ങനെയാണ് ഐഡിയലി അച്ചീവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാക്ടിക്കലി അത് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെന്താണ്, ബിക്കോസ് നിങ്ങളോട് എന്താണ് ഇപ്പോൾ ഒരു ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആയിക്കോട്ടെ, അതിന്റെ ഒരു ഡെഫിനേഷൻ അല്ല ചോദിക്കാൻ സാധ്യത. അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. CMRR ഡെഫിനേഷൻ ആയിരിക്കില്ല ചോദിക്കുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ എടുക്കുമ്പോൾ ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ പഠിക്കും. പക്ഷെ CMRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഫോർമുല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോമൺ മോഡ് ഗെയിൻ ADയും ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും കോമൺ മോഡ് ഗെയിനും തന്നിട്ടുണ്ടെങ്കിൽ CMRR എങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ ഫോർമുലാസ് എല്ലാം ബോക്സ് ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. അപ്പൊ ആ ഇക്വേഷൻസ്, ആ സമ്മറിയിലേക്ക് വന്നിട്ട് CMRRന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. എന്നിട്ട് CMRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പ്രോബ്ലംസിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ LICക്കകത്ത് ഒരു നിയർലി ഒരു 20-23 അല്ലെങ്കിൽ 27 മോർ ദാൻ നിയർ ടു 30 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ലീനിയർ ആപ്ലിക്കേഷനും ഇൻക്ലൂഡിംഗ് നോൺ ലീനിയർ ആപ്ലിക്കേഷനും. ഓരോന്നിന്റെ അനാലിസിസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആണ്. ബേസിക് കൺസെപ്റ്റിനകത്ത് ഈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ബിക്കോസ് പല സർക്യൂട്ടുകളിലും നമ്മൾ ഈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ, ഇതിനൊക്കെ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ നോർമലി KCL ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ട് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു 4-5 ഡെറിവേഷൻസ്, അതായത് എനിക്ക് തോന്നി ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഓക്കെ, അതൊക്കെ പറഞ്ഞൊരു 5-6 ആദ്യത്തെ ഒരു 4-5 എണ്ണത്തിനകത്ത് ഉള്ള ഡെറിവേഷൻസ് അനാലിസിസ് എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതേ കൺസെപ്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സമ്മർ എടുക്കുവാണെങ്കിൽ ആ സമ്മറിന്റെ അനാലിസിസ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും, സമ്മർ. അപ്പൊ ആ അനാലിസിസ് മനസ്സിലാക്കുവാണെങ്കിൽ സമ്മറിൽ നിന്ന് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അതേ അനാലിസിസ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും നല്ലതാണ് ഡെറിവേഷനും അനാലിസിസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമ്മർ പഠിക്കുവാണെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം എടുത്ത് ചെയ്യുക. ഓക്കെ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം എടുത്ത് ഒപ്പം തന്നെ ചെയ്ത് നോക്കി പോവാം. എഗെയിൻ ഞാൻ പറയുന്നത് ഒരു 5 days എങ്കിലും നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇൻഡെപ്ത് ഡെറിവേഷൻ അനാലിസിസ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സബ്ജക്ട് വിത്തിൻ 5 days ആ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ അക്കാഡമിയിൽ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുതുതായിട്ടൊരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് വായിക്കുന്നത് ഇനി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ മെറ്റീരിയലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമാണ്, നമുക്കത് പഠിച്ചു പോകാൻ 5 days കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷനിൽ പോളിടെക്നിക്കിന്റെ എക്സാമിനേഷന് നിയർ ടു 20,000, ഓക്കെ, 20,000 ആൾക്കാർ എക്സാമിനേഷൻ എഴുതിയിരുന്നു. ഇത്തവണ ഒരു 9,000 കൺഫർമേഷൻ. ഓക്കെ, ഇത്തവണ ഒരു 9,000 കൺഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ 9,000-നകത്ത് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം ഒരു നിയർ ടു 8,000 ആൾക്കാർ എക്സാമിനേഷൻ എഴുതും. അപ്പൊ കോമ്പറ്റീഷൻ ലെവൽ നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ അല്ലെങ്കിൽ ഈ ജോലി ലഭിക്കാനുള്ള സാധ്യതയും അതേ കൂട്ട് കൂടുതലാണ്. വേക്കൻസീസ് ഉണ്ട്, ഇപ്പോഴും വേക്കൻസീസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ വേക്കൻസീസ് ഒരു പ്രശ്നമല്ല. നമ്മൾ ഓരോരുത്തർക്കും എന്താണ്, നമുക്കൊരു വേക്കൻസി മതി അല്ലേ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഡിമോട്ടിവേറ്റഡ് ആവേണ്ട ഒരു കാരണവുമില്ല. 30 days ഉള്ളൂ, അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഈ പറയുന്ന ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ 30 days മോർ ദാൻ ഇനഫ് തന്നെയാണ്. ഓക്കെ, നമ്മളുടെ ആ ഒരു വേ ഓഫ് പ്രിപ്പറേഷൻ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓരോ ടോപ്പിക്കിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സിലബസ് ഡിസ്കഷൻ അല്ല, ആ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് മൂന്നാമത്തെ സബ്ജക്ട് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 3rd സബ്ജക്റ്റ് ആയിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 1st സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ബിക്കോസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രീ റിക്വസ്റ്റ് ഒന്നും ആവശ്യമില്ല. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നെറ്റ്വർക്കിന്റെ ബേസ്, KVL KCL ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം ഒരു സബ്ജക്ട് കവർ ചെയ്യുകയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം 20 marks നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോഡ് കൺവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിഫറെന്റ് നമ്പർ സിസ്റ്റം കൺവേർഷൻ, അല്ലെങ്കിൽ ഒരു കോഡ് ഇപ്പൊ ഗ്രേ കോഡ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, XS3 കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 1 or 2 questions ഷുവർ ആണ്. അപ്പൊ അതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഡെറിവേഷനും അനാലിസിസും ഒന്നും ഇവിടെ വരുന്നതേ ഇല്ല. വരുന്നുണ്ട്, കൗണ്ടർ ഡിസൈനിലൊക്കെ വരുന്നുണ്ട്, പിന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കൺവേർഷനിലൊക്കെ വരുന്നുണ്ട്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഡിസൈൻ നിങ്ങളോട് ആരും ഡിസൈൻ ചെയ്യാൻ ചോദിക്കില്ല. ഓക്കെ, നമ്മളെ ഇൻഡെപ്ത് ക്ലാസ്സിൽ ഡെറിവേഷൻസും ഡിസൈനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസൈൻ ഇവിടെയും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ടു ദ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളിപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഏതാണ്, ഒന്നിന്റെ അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഡിസഡ്വാൻറ്റേജ് എന്താണ്, എന്തുകൊണ്ടാണ് SR നിന്ന് JK യിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് യൂസ് ചെയ്യുന്നത്, എന്താണ് മാസ്റ്റർ സ്ലേവിലുള്ള ഇഷ്യൂസ്, റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണ്, ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകണം. ഇൻഡെപ്ത് ഡെറിവേഷൻ അനാലിസിസ് വേണ്ട. റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്, കണ്ടീഷന്റെ ഡെറിവേഷൻ വേണ്ട, കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെ വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. ഒരു കൗണ്ടർ എടുക്കുവാണെങ്കിൽ അതിന്റെ ഡിസൈൻ വേണ്ട, ഡിസൈൻ നിങ്ങളോട് ആരും ചോദിക്കില്ല. മേ ബി ആ കൗണ്ടറിന്റെ മോഡ് വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഇത്രയും ക്ലോക്ക് പൾസസ് വാട്ട് വിൽ ബി ദ കൗണ്ടർ എന്നായിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ എഗെയിൻ ടെസ്റ്റ് സീരീസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കത് കറക്റ്റ്ലി നമുക്ക് തിയറിയുടെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. തിയറി ക്വസ്റ്റ്യൻസ് പക്ഷെ കുറവായിരിക്കും ഇവിടെ. ഓക്കെ, ബിക്കോസ് എനിക്ക് തോന്നുന്നു ലോജിക് ഫാമിലി എന്നൊക്കെ ആയിരിക്കും കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ ഈ സിലബസിൽ നോക്കുവാണെങ്കിൽ ഇത് ഈ ലോജിക് ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. ഈ ഒരു ലോജിക് ഫാമിലിന്ന് യു ക്യാൻ എക്സ്പെക്ട് സം തിയറി ക്വസ്റ്റ്യൻസ്. അതായത് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഔട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഫാനിങ് ഏതാണ് കുറവ്, പ്രൊപ്പഗേഷൻ ഡിലേ എന്താണ്, ഇതിന്റെയൊക്കെ യൂണിറ്റുകൾ, പ്രൊപ്പഗേഷൻ ഡിലേ ഏതിനാണ് കൂടുതൽ, അതുപോലെ തന്നെ ബിക്കോസ് ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് പ്രോബ്ലം തന്നെ നോക്കാം. പിന്നെ അതേ കൂട്ട് മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളറിൽ നിന്ന് എഗെയിൻ എന്താണ് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാംസ് ചോദിക്കാം, 1-2 ലൈൻ പ്രോഗ്രാം എന്നിട്ട് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡ്യൂളിനകത്ത് തിയറിയും ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം തിയറി കുറവായിരിക്കും. ഓക്കെ, പ്രോബ്ലംസ് തന്നെയായിരിക്കും കൂടുതൽ ചോദിക്കുക, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഞാൻ പറഞ്ഞു, ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുവാണെങ്കിൽ അതിന്റെ എക്സൈറ്റേഷൻ ടേബിള് എന്താണ് അതിനകത്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലാസ് ഒക്കെ ഓർത്ത് നിങ്ങൾ അങ്ങനെ പഠിക്കണം. അല്ലാതെ ഇപ്പം എന്താണ് ഇപ്പൊ ഒരു ഹാഫ് ആർഡറോ അല്ലെങ്കിൽ ഫുൾ ആർഡറോ നിങ്ങൾ എടുക്കുക, അതിന്റെ ആദ്യം നിങ്ങൾ ട്രൂത്ത് ടേബിൾ പഠിക്കുന്നു, പിന്നെ അത് വെച്ച് നിങ്ങൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ സമ്മിന്റെയും ക്യാരിയുടെ ഇക്വേഷൻ അങ്ങനെ പഠിക്കാൻ പോകരുത്. ഓക്കെ, യു ലേൺ ആ ഒരു ഹാഫ് ആർഡറിന്റെ ഒരു ഫിഗർ നോക്കുക മനസ്സിൽ. ആ ഹാഫ് ആർഡർ എടുക്കുവാണെങ്കിൽ എത്ര നോർ ഗേറ്റ് വെച്ച് ആ ഹാഫ് ആർഡറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എത്ര നാൻഡ് ഗേറ്റ് ഈസ് റിക്വയർഡ് to implement that half order. because half order ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സമ്മിന്റെ ഇക്വേഷനും ക്യാരിയുടെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ആരും ഡിസൈൻ ചെയ്യാൻ പറയില്ല. ഓക്കെ, ട്രൂത്ത് ടേബിൾ എഴുതാൻ പറയില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് 2 ബിറ്റ് എന്ന അഡീഷൻ നടക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. 0+1 എങ്ങനെയാണ് നമുക്ക് ആ സമ്മും ക്യാരി കിട്ടുന്നത്, 1+1 എങ്ങനെയാണ്, അതേകൂട്ട് തന്നെ ഫുൾ ആഡറിനെ അങ്ങനെ തന്നെ ഓർത്ത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ ഇതിലൊക്കെ ഓരോ ടോപ്പിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് പാരലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ആ ഒരു വീക്ക് ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു നിയർ ടു 99.9% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്പർ സിസ്റ്റം കൺവേർഷനകത്തുനിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഡിഫറെന്റ് ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഒരു ബൂളിയൻ ഒരു ബൂളിയൻ ലോ തന്നിട്ട് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ കെ മാപ്പ് എങ്ങനെയാണ് എന്ന് പഠിക്കണം. ബിക്കോസ് നിങ്ങളോട് കെ മാപ്പ് വെച്ച് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ കെ മാപ്പ് നിങ്ങൾ അതിന്റെ കെ മാപ്പ് വെച്ചിട്ടുള്ള ഒരു 3-4 ബൂളിയൻ എക്സ്പ്രഷൻ ഒക്കെ കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഈ കെ മാപ്പ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് നോർമലി ഡിസൈൻ ചെയ്യുന്ന ടൈമിലൊക്കെയാണ്. അപ്പൊ ഡിസൈനിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത്, ബൂളിയൻ ലോസ് ഒക്കെ പഠിക്കുമ്പോൾ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ആ കെ മാപ്പ് ഒന്ന് നല്ല പഠിക്കണം. ഓക്കെ, പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പൊ മക്സ് ആയാലും ഡിമക്സ് ആയാലും ഒക്കെ അതിനകത്ത് നമ്മൾ കുറെ ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. മക്സിനകത്തും ഒക്കെ ഔട്ട്പുട്ട് കാണാനൊക്കെ കുറെ ഷോർട്ട് കട്ട്സ്. ഇവിടെയാണ് ഷോർട്ട് കട്ട്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഫൈനൽ ലാപ്പിൽ ആ റിവിഷൻ ടൈമിൽ എസ്പെഷ്യലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ കുറെ ഷോർട്ട് കട്ട്സുകൾ ഉണ്ട്. ഷോർട്ട് കട്ട്സ് വെച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ഷോർട്ട് കട്ട്സ് ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം. അത് വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റർ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡിസൈൻ ഒന്നും പോകണ്ട, ഡിസൈനിലേക്ക് പോകണ്ട. പക്ഷെ ഓരോ ഷിഫ്റ്റ് രജിസ്റ്ററിനകത്ത് മെയിൻലി ചോദിച്ചിട്ടുള്ള പ്രോബ്ലം എന്താണ്, നോർമലി ഷിഫ്റ്റ് രജിസ്റ്റർ അവർ തരും. ആ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റ് ഇനിഷ്യലി ഇപ്പൊ ഇത്രയാണെന്നൊക്കെ പറയും. പിന്നെ ആഫ്റ്റർ 4th ക്ലോക്ക് പൾസ് എത്രയാണ്, പിന്നെ ഈ ഇതിന്റെ കണ്ടന്റ് ഒരു ഗേറ്റിലേക്കൊക്കെ കൊടുത്തിട്ട് അത് വേറൊരു എന്താണ് ആ രജിസ്റ്ററിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ബിക്കോസ് ഈ 20 മാർക്സും ഡിഫിക്കൽട്ട് ആയിരിക്കില്ല ഒരിക്കലും. 20 മാർക്സിലും നല്ല ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 15 മാർക്സോളം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡിയിൽ കൂടി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു
പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കുക. അപ്പൊ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ ഈ ഡിജിറ്റൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാം, എന്നിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കാം, എന്നിട്ട് നമുക്ക് LIC വരാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നിങ്ങൾ ആദ്യമേ എടുത്ത് വെക്കരുത്. അത് വേറെ 18 മാർക്സ് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മാർക്കിന്റെ വെയിറ്റേജ് കൊണ്ട് മാത്രമല്ല പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് സിലബസ് കുറച്ച് വാസ്റ്റ് തന്നെയാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ ഒരു 5 days അലോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 5+1 6 days ആണ് നമുക്ക് അലോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനകത്ത് അതായത് ബേസിക് ആയിട്ട് നിങ്ങൾ 4th സെമസ്റ്ററിലും അല്ലെങ്കിൽ 4th മുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 4th സെമസ്റ്റർ BTech പഠിക്കുന്ന മുതൽ ഏറ്റവും ഫൈനൽ സെമസ്റ്റർ പഠിക്കുമ്പോൾ ഉള്ള വരെയുള്ള എല്ലാ ടോപ്പിക്സും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു സെലക്റ്റീവ് സ്റ്റഡി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. സെലക്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ട് പഠിക്കാനല്ല പറയുന്നത്. എന്താണ് നമ്മൾ കീ ടോപ്പിക്സ് ഒക്കെ നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇത് രണ്ടും ഇതിനകത്തുള്ള ഒരു കോർ ഏരിയ ആണ്. അനലോഗും ഡിജിറ്റൽ. അനലോഗിനകത്താണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ അതൊക്കെ വരുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സ്, ഇമേജ് ഫ്രീക്വൻസി കാര്യങ്ങളും ഒക്കെ വരും. FM-നകത്തും അതേ കൂട്ട് തന്നെ. അതുപോലെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ്, BPSK, BFSK ഒക്കെ. അപ്പൊ BPSK, BFSK ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ എറർ പ്രോബബിലിറ്റി ഡെറിവേഷൻ പഠിക്കണ്ട. ഡെറിവേഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. എറർ പ്രോബബിലിറ്റിയുടെ ഒക്കെ ബിറ്റർ റേറ്റിന്റെ ഒക്കെ ഡെറിവേഷൻ അതൊന്നും ഇനി പഠിക്കാൻ പോകരുത്. ലേൺ ദ ഇക്വേഷൻ. ഏത് സ്കീമിനാണ് എറർ പ്രോബബിലിറ്റി കൂടുതൽ, ഏത് സ്കീമിനാണ് എറർ പ്രോബബിലിറ്റി കുറവ്. പിന്നെ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓരോ സ്കീമും എടുക്കുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്തിന്റെ ഡെറിവേഷനിലേക്ക് പോകേണ്ട. ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ഏതിനാണ് കൂടുതൽ, ഏതിനാണ് കുറവ് എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റഡി പോകേണ്ടത്. ഇപ്പൊ പൾസ് കോഡ് മോഡുലേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ആരും ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറയില്ല. പക്ഷെ ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഒന്ന് ഓർഡർ അല്ലല്ലോ പ്രധാനം, അവിടെ വരയ്ക്കാനായിട്ട് ആരും ചോദിക്കില്ല. സോ എന്തൊക്കെയാണ് ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉള്ളതെന്ന് നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അത് എളുപ്പമാണ്. ഓക്കെ, ഡെറിവേഷൻ വേണ്ട. PCMന്റെ ഒരു എൻഡിലേക്ക് പോവുക, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, പിന്നെ ഇതിനകത്ത് നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫൈനൽ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. എഗെയിൻ അനാലിസിസ്, ഡെറിവേഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കിക്കോണം ഇതിനകത്ത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഓക്കെ തീരെ നമുക്ക് വേണ്ട. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ബേസിക് പാർട്ടായിട്ടാണ്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് പോർഷൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിക്കുന്ന ആന്റിന. ഓക്കെ, ആന്റിന വേവ് പ്രൊപ്പഗേഷൻ, പിന്നെ അതേ കൂട്ട് തന്നെ അതിവിടെ പറയുന്നുണ്ട്. ഡിഫറെന്റ് ആന്റിന വേവ് പ്രൊപ്പഗേഷൻ ആന്റിനയുണ്ട്, അതേ കൂട്ട് തന്നെ വേവ് പ്രൊപ്പഗേഷൻ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, അപ്പൊ ഇതൊക്കെ തിയറിയാണ്, തിയറി ടോപ്പിക്കാണ്. അപ്പോൾ ഒരു സമ്മറി പോലെ എഴുതി ഉണ്ടാക്കി പഠിക്കുക. പിന്നീട് ഒന്ന് റിവൈസ് ചെയ്യാൻ, അത് ഒരു ദിവസം ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്നത്, റിവൈസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു സമ്മറി പോലെ ഉണ്ടാക്കി ഒരു ചെറിയ പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതായത് ഓരോ പ്രൊപ്പഗേഷനിലും ഫ്രീക്വൻസി എത്രയാണ്, പിന്നെ ഓക്കെ MUF ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, ഓക്കെ മാക്സിമം U, അതൊക്കെ നിങ്ങൾ ഓരോന്നിന്റെ എന്താണെന്നത് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആന്റിനയുടെ അഡ്വാൻറ്റേജ്, ഓരോന്നിന്റെ ഡിസ്അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. ഓക്കെ, പിന്നെ വരുന്ന ഈ അഡ്വാൻസിനകത്ത് വരുന്നതാണ് നമ്മുടെ ക്ലൈസ്ട്രോൺ. ഓക്കെ, ക്ലൈസ്ട്രോൺ. അപ്പൊ ഈ ക്ലൈസ്ട്രോൺ അതേ കൂട്ട് തന്നെ TV, ഓക്കെ അഡ്വാൻസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റ് വായിച്ച് എന്നുള്ളത് പോസിബിൾ അല്ല. സോ നമ്മൾ നോട്ട്സ് ഒക്കെ മെറ്റീരിയൽ ഒക്കെ നമുക്കുണ്ട്. ആ മെറ്റീരിയൽ ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ ഈ മൈക്രോവേവ് ഡിവൈസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ബിക്കോസ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു AP ഓർ ഇൻ പോളി. അപ്പോൾ ഒരു ലിയാവോടെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് ആദ്യം ഒരു വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റഡ് ആകാനും ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം, ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കവറപ്പ് ചെയ്യുക. പിന്നെ ഏറ്റവും അതിലൊന്നും വേണ്ട, യു അറ്റൻഡ് ദ ടെസ്റ്റ് സീരീസിനകത്ത് നമ്മുടെ വീക്ക് ഏരിയ പ്രോബ്ലംസ് മാത്രം പഠിക്കുക. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ട് ആ ഒരു ഫൈനൽ ഫോർമുലാസ് ഒക്കെ ചെയ്ത് പഠിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ മൈക്രോവേവ്, അതേകൂട്ട് തന്നെ TV, അതേകൂട്ട് തന്നെ നമ്മുടെ ആന്റിന, ഓക്കെ വേവ് പ്രൊപ്പഗേഷൻ, ഇതിനകത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് MCQs ചെയ്ത് പഠിച്ചിട്ടാണ് കേട്ടോ. അഡ്വാൻസ്ഡ് ടോപ്പിക് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുണ്ട്. TV ഒക്കെ എസ്പെഷ്യലി TV ഒക്കെ കുറേ വാസ്റ്റ് ആണ്.
ആണ്, നമുക്കത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻസ്ഡ് ആയി പോകും. ഓക്കെ, സോ ഈ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ യു ടേക്ക് 1 day ആൻഡ് പ്രിപ്പയർ. ബാക്കി പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്സ് എല്ലാം കൂടി നിങ്ങൾ MCQs ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് അത് അങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഡിജിറ്റൽ പഠിക്കുക, ഓക്കെ, ഓർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്ട് LIC പഠിക്കുക. ഓക്കെ, ദെൻ യു ഗീവ് ദ പ്രയോറിറ്റി ടു ദിസ് സബ്ജക്ട്, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം വെയിറ്റേജ് ഉണ്ട്. അപ്പൊ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യനും ഇതിനകത്തുനിന്ന് വരാം, അറ്റ് ദ സെയിം ടൈം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും വരും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്ട് നമ്മുടെ മോഡ്യൂൾ 6 ആണ്. പവർ ഇലക്ട്രോണിക്സ്, ഓപ്റ്റോ ഇലക്ട്രോണിക്, മെഷറിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം നോക്കിയ 10 മാർക്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു മാർക്സിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ അങ്ങനെ ഒരു സബ്ജക്ട് പഠിക്കുന്നത് ലാസ്റ്റിലേക്ക് വെക്കാം, അങ്ങനെ ആവരുത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്, ബിക്കോസ് ചിലത് ആദ്യം എളുപ്പമുള്ള എടുത്ത് വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടഫ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരും. സോ ഈ ഒരു പ്രയോറിറ്റി നിങ്ങൾ നോക്കുക. ഓക്കെ, ഒരു ബിഗിനറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓൾറെഡി പഠിച്ചവർക്ക് അവരുടെ പ്രയോറിറ്റീസ് വേരി ചെയ്യും, ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാം ദേ ആർ വീക്ക് ഇൻ വിച്ച് സബ്ജക്ട്, സ്ട്രോങ് ഇൻ വിച്ച് സബ്ജക്ട് എന്നൊക്കെ. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 6 ഇതേ കാര്യം നമുക്ക് ഇതിനകത്ത് കുറെ തിയറി, കുറെ ഏറെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തൈറിസ്റ്റേഴ്സ് ഉണ്ട്, കൺവേർട്ടേഴ്സ് ഉണ്ട്, SMPS നമ്മൾ പഠിക്കുന്നുണ്ട്, ദെൻ LED, LCD ഒക്കെ. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് കുറെ ടോപ്പിക്സ് നമ്മുടെ മോഡ്യൂൾ 1 എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിനകത്ത് വരുന്നുണ്ട്. ഞാൻ ആ ഒരു മോഡ്യൂൾ നിങ്ങളോട് ലാസ്റ്റിൽ പഠിക്കാൻ പറഞ്ഞ കാര്യവും അതാണ്. ആ മോഡ്യൂൾ 1 വരുന്ന ഒരു 75 to 80% നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലൊക്കെ കവേർഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സബ്ജക്ട് ഞാൻ ലാസ്റ്റിലേക്ക് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇതും ഏറ്റവും എളുപ്പം മെത്തേഡ് ഓഫ് സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേഷൻ അനാലിസിസ് നോട്ട് അറ്റ് ഓൾ റിക്വയർഡ് ആണ്. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടൊന്ന് റിവൈസ് ചെയ്യുക, ദെൻ MCQs നിങ്ങൾ ചെയ്ത് നോക്കണം. ബിക്കോസ് കുറേയൊക്കെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്കാണ് മോഡ്യൂൾ 1. ഓക്കെ, ഇപ്പൊ ലാസ്റ്റിലേക്ക് എടുക്കുക, 12 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. ഇത്രയും ടോപ്പിക്സുകൾ, ഇത്രയും നമ്മുടെ മോഡ്യൂളുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഈ ഇതിനകത്തുള്ള 75 to 80% സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് LED നമ്മളിപ്പോൾ പറഞ്ഞ പവർ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, SMPS നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വിച്ചസ് നമ്മൾ കവർ ചെയ്യുന്നില്ല, പക്ഷെ മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ CDMA, GSM ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇൻവേർട്ടർ, UPS നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് ഒന്നും ഇല്ല, അതൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ അല്ലാതെ റെക്ടിഫൈസ്, ഇവിടെ നോക്കിക്കേ, റെക്ടിഫൈസ് ഒക്കെ നമ്മൾ എവിടെയാണ്, സർക്യൂട്ട്സിൽ പഠിക്കുന്നതാണ് റെക്ടിഫൈസ്. സോ റെക്ടിഫൈസ് ഓൾറെഡി സർക്യൂട്ട്സിൽ പഠിക്കുന്നുണ്ട്, SMPS നമ്മൾ പഠിക്കുന്നുണ്ട്, കണ്ടോ, അങ്ങനെ GSM, CDMA ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അത് മാത്രമല്ല, കോർ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗ്രാജുവേറ്റിന് ഇതിനകത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 95% നമുക്ക് എളുപ്പത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിനകത്തുനിന്ന് സെനർ ഡയോഡിനെ പറ്റിയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബേസിക് ഇലക്ട്രോണിക് അതൊക്കെ നമ്മൾ ഇവിടെ സർക്യൂട്ട്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കോർ സബ്ജക്റ്റുകളൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ 12 മാർക്ക് നമുക്ക് കിട്ടും. എക്സെപ്റ്റ് ഫോർ കുറച്ചുണ്ട്, CVIST പോലുള്ള സബ്ജക്ട് ഇതൊക്കെ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻറ്റും അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക്കുകളൊക്കെ നമ്മൾ അല്ലാണ്ട് പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഇത് നിങ്ങൾ ലാസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ വെക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ഒരു ബിഗിനർ ഈ സ്റ്റഡി പ്ലാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം പഠിക്കാനായിട്ട്. ഞാൻ ഇത്ര ഡേയ്സ് എന്നൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടെ തുടക്കത്തിൽ ആക്ച്വലി ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഇട്ടിരിക്കുന്നത്. ഇത് ഓക്കെ, ഇത് വേരി ചെയ്യും. 3 days ഇതിന് കൊടുക്കുക, ഇതിനൊരു 6 days കൊടുക്കുക. ഓക്കെ, ഇതൊരു 6 days കൊടുക്കുക. അത് വേരി ചെയ്യും. ഓക്കെ, ബിക്കോസ് ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ ഒരാൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് സബ്ജക്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ നോർമലി ഇത്രയും ഡേയ്സ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, day 1 to day 30, day 1 to day 30. ഓക്കെ, യു മേക്ക് എ ടൈം ടേബിൾ. ഓക്കെ, കറക്റ്റ് കലണ്ടറിൽ എടുത്തിട്ട് day 1 എന്ത് പഠിക്കണം എന്നുള്ളത് എഴുതി വെക്കുക, day 2 എന്ത് പഠിക്കണം എന്നുള്ളത് എഴുതി വെക്കുക. day 2 പഠിക്കുമ്പം പ്ലസ് റിവിഷൻ ഓഫ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇൻ day 1.
ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 3 days കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ആ റിവിഷൻ ബോക്സ് ഇട്ടണം. ബിക്കോസ് ലാസ്റ്റിൽ എല്ലാം കൂടി നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. 3 days കൂടുമ്പോൾ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ആ റിവിഷന്റെ ടെൻഷനും വരില്ല. ഓക്കെ, ഓരോ തവണയും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ഇച്ചിരി കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ഒരു 2 മണിക്കൂർ എടുക്കുവാണെങ്കിൽ പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ മതി, പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ ഒരു 30 minutes വരും. പക്ഷേ റിവൈസ് ചെയ്യാതെ ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ പിന്നെയും നമുക്ക് വേണ്ടി വരും. അത് ആദ്യം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് എടുക്കാൻ. സോ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആദ്യം നിങ്ങൾ ഈ സബ്ജക്ട് പ്രയോറിറ്റി പ്രിപ്പയർ ചെയ്യുക, അതുകൂട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. മൊഡ്യൂൾ 1 ഒക്കെ ലാസ്റ്റിലേക്ക് പ്രിപ്പറേഷൻ നടത്തുക. ഓക്കെ, പിന്നെ MCQ ടെസ്റ്റ് സീരീസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിനകത്തൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കീ ടോപ്പിക്സ് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കുറേയൊക്കെ MCQ വഴി പഠിക്കാം, ബാക്കിയൊക്കെ നിങ്ങൾ സെലക്റ്റീവ് സ്റ്റഡി നടത്താൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് എൻ്റെ 30 days സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ആണ് മെയിൻലി. ഒന്ന് നിങ്ങളുടെ സബ്ജക്ട് പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യണം ഏതാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഒരു പ്രയോറിറ്റി എടുക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓക്കെ അവരുടെ പ്രയോറിറ്റി മാറുന്നെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് നല്ലൊരു സെറ്റ് ഓഫ് പ്രയോറിറ്റി തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ സബ്ജക്റ്റിലും അല്ല, ചിലതിലൊക്കെ അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ MCQ ചെയ്ത് നോക്കണം. MCQ ചെയ്ത് നോക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് യുവർ വീക്ക് ഏരിയ ആൻഡ് സ്ട്രോങ് ഏരിയ. ഓക്കെ, അപ്പൊ ശരിക്കും MCQ ചെയ്ത് നോക്കണം, ഇത് ചെയ്ത് നോക്കണം. പഠിക്കുന്നതിനൊപ്പം തന്നെ MCQ ചെയ്ത് നോക്കുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ആ ഒരു വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ ഗുഡ്, വീക്ക് ഏരിയ ആണെങ്കിൽ അത് വീണ്ടും പോയി അത് പഠിക്കുക. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ചിലയിടത്തൊക്കെ നമുക്കൊരു സെലക്റ്റീവ് സ്റ്റഡിയും ആവശ്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ. ഞാൻ പറഞ്ഞല്ലോ, Day 1 പഠിച്ചു, Day 2 പഠിച്ചു. മേക്ക് ഷുവർ ഇൻ ദ Day 3 you revise what you have learned in Day 1 and Day 2. Day 1 ലും Day 2 പഠിച്ച് റിവൈസ് ചെയ്തിട്ടേ 3ാമത്തെ ദിവസത്തിലേക്ക് പോകാവുള്ളൂ. 4-5 കഴിയുമ്പോൾ വീണ്ടും അത്രയും ദിവസത്തെ റിവൈസ് ചെയ്യണം. കംപ്ലീറ്റ്ലി അത് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റാണ്ട് വരും. ഓക്കെ, അപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡെറിവേഷൻസ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾ എന്താണ് ഡിസൈൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, ഡെറിവേഷൻ ഡിസൈനും ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ഫോർമുല അതിന്റെ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക ഓരോ തിയറിയുടെയും. അപ്പം നിങ്ങൾക്ക് അനാലിസിസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ആ ഒരു ഡെറിവേഷനും കാര്യമൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ ഇങ്ങനെ വേണം നമ്മുടെ ആ സ്റ്റഡി പ്ലാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷനെക്കാട്ടി കോമ്പറ്റീഷൻ ലെവൽ ഇത്തവണ വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് വേക്കൻസീസ് ഇന്നഫായിട്ടുള്ള വേക്കൻസി ഉണ്ട്. നമുക്ക് ഒരാൾക്ക് ആ ഒരു വേക്കൻസി മതി നമുക്ക് ആ ഒരു ജോലി കിട്ടാനായിട്ട്, അല്ലേ? അപ്പം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാനും ഈ ഒരു ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഓർഗനൈസ് ചെയ്യുക. നിങ്ങൾ അത് തന്നെ കീപ്പപ്പ് ചെയ്യുക. ഓക്കെ, വിത്തിൻ 30 days മോർ ദാൻ ഇനഫ് ആണ്. ആരും 30 days ഉള്ളൂ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ഡീമോട്ടിവേറ്റഡ് ആകുകയേ ചെയ്തത്. കറക്റ്റ് 30 days ഇനഫ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.